ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ അമ്മയുടെ മുന്നിൽ താൻ തെറ്റുകാരനല്ല എന്ന് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അമ്മ വിശ്വസിക്കാതെ വന്നപ്പോഴേക്കും മകനോട് കയ്യിലടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു അമ്മ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മകൻ അമ്മയ്ക്ക് അതെ സത്യം ചെയ്തു കൊടുക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഗീതുവിനൊരു സ്ഥാനം ഉണ്ടാകില്ലെന്നും ഗീതുവിനെ താൻ എന്നേക്കുമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന്. അപ്പോൾ ഇതും മാത്രം പോരാ എന്നുള്ള കാര്യം രാധിക പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. പിന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗീതുവുമായി ഉള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഗീതുവിന് കിട്ടിയ ഡിസ്ചാർജ് സമ്മറിയാണിതെന്നും പറഞ്ഞ് അതങ്ങ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ, അപ്പോൾ ഇതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗീതു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നുള്ളൊരു രീതിയിൽ ഗീതു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് മാത്രമല്ല മറ്റൊരാളുമായിട്ട് ഇമ്മോറൽ ട്രാഫിക്കിനിടെ ആ ഒരു സ്വഭാവ ദൂഷ്യം ഇതൊക്കെ ഗീതുവിനുണ്ട്. ഇതെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. അതിലെല്ലാം ഗോവിന്ദ് ഒപ്പുവെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഡിവോഴ്സ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ക്രൂരമായ രീതിയിൽ നമ്മൾ ഗീതുവിനോട് പെരുമാറണോ എന്ന് ചോദിച്ചപ്പം മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടേതായ മാർഗ്ഗം നോക്കിയല്ലേ പറ്റുമെന്ന് രാധിക ഗോവിന്ദിനോട് ചോദിക്കുക. അപ്പോൾ അവൾക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് കോടതിയിൽ സമർത്ഥിച്ചാൽ അത് അവൾക്കെതിരെ ഉള്ള പ്രൂഫാണെന്നുള്ള കാര്യം പറഞ്ഞു. അത് വെച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നാൽ ഗീതുവിൻ്റെ IAS വിഷയത്തെ അത് ബാധിക്കുമേ. പിന്നെ ഒരിക്കലും അവൾക്ക് അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അവളുടെ കാര്യം ഓർത്ത് നീ എന്തിനാ വേവലാതിപ്പെടുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ ആവശ്യം ഡിവോഴ്സാണ്, അതിന് എന്ത് വില കൊടുത്ത് നമ്മളത് നേടിയെടുക്കണം. നീ ഒറ്റ തവണ കോടതിയിൽ പോയി നിന്ന് കൊടുത്താൽ മതി, ബാക്കി കാര്യം വക്കീൽ നോക്കിക്കോളൂ എന്നും പറഞ്ഞ് ഗോവിന്ദനെ കൊണ്ട് അതിൽ ഒപ്പ് വെപ്പിക്കാൻ നോക്കുന്നു. അതിൽ ഒപ്പ് വെച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക തറപ്പിച്ച് ഗോവിന്ദനോട് പറയാം. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നു. ഗീതുവിൻ്റെ ഭാവി തകർക്കുക, ഗീതുവിൻ്റെ ജീവിതം തകർക്കുക, ഇതൊന്നും ഗോവിന്ദന് പറ്റുന്ന കാര്യമല്ല. ഗോവിന്ദൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ അവിടെ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാധിക വരുണിനെ കാണാനായിട്ട് വരുന്നു. വരുൺ അന്നേരം അവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അമ്മ എങ്ങോട്ട് ചെല്ലുന്നത്. അമ്മ ഏട്ടനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ പറഞ്ഞത് ശരിയാണ്, അവളോട് ഇപ്പോഴും അവനൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെന്നും അവൾക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവനതിന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു മകൻ. അതെ, നീ പറഞ്ഞത് തന്നെയാണ് നേരെ. IAS പോയിട്ട് അവൾ അതിൻ്റെ എൻട്രൻസ് പോലും എഴുതില്ലമ്മേ, അമ്മ നോക്കിക്കോളാനൊക്കെ പറഞ്ഞപ്പം നമുക്കിപ്പോൾ ആവശ്യം വരുണേ അവളെ ഇല്ലാതാക്കുകയല്ല, കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗീതുവിന് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് ഗോവിന്ദേട്ടനെ നമുക്ക് ബോധ്യപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും മോനും കൂടെ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ രേഖതയെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നു. ഗീതു പറഞ്ഞതൊക്കെ സത്യമെന്ന് രേഖയ്ക്ക് മനസ്സിലായി. മനോരോഗത്തിന് അവൾ ചികിത്സ തേടിയിട്ടുണ്ടെന്ന് കോടതിയിൽ നമ്മൾ തെളിയിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യവും വരുണും അമ്മയും കൂടെ പറയുന്നു. രേഖ ഇതെല്ലാം കേട്ടു. അത് വെച്ച് ഭാവിയിൽ നമുക്ക് അവളുടെ IAS ലക്ഷ്യങ്ങളും തകർക്കാൻ സാധിക്കുമെന്നും മനോരോഗിയായ ഒരാൾക്ക് ഏതായാലും IAS കൊടുക്കാൻ ആരും തയ്യാറാവത്തില്ലല്ലോ അമ്മേ. അപ്പോൾ പിന്നെ അതും നമുക്ക് എന്താ പറയുന്നത് ഒരിതായിട്ട് വരില്ലേ എന്നൊക്കെ ചോദിച്ചു. നമുക്കിനിയുള്ള പിടിവള്ളി അവൾ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമാണെന്ന് അമ്മ മകനോട് പറയുന്നു. കിഷോറുമായി അവൾക്കുണ്ടെന്ന് പറയുന്ന ബന്ധം നമ്മൾ ഊതി വെറുപ്പിച്ച് വെറും ഒരു ബലൂൺ മാത്രമാണെന്നും പിന്നെ അങ്ങനെ ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് കിഷോറും ഗീതുവും തറപ്പിച്ചു പറഞ്ഞാൽ അതോടെ തീർന്നു സകലതും. വേണ്ടി വന്നാൽ ഇപ്പോൾ ഗീതുവിനെ സംരക്ഷകയുടെ റോളിൽ കാണുന്ന രഘുറാമും അവർണിക്കയും അവളെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കും. അപ്പോൾ പിന്നെ കാര്യങ്ങൾ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല, അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാം വളരെ വ്യക്തമായി തെളിവുകൾ ശേഖരിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്നും അതിനുള്ള തെളിവുകൾ നമ്മൾ ശേഖരിക്കണമെന്നും അമ്മയും മകനും പറയാം. ഇതൊക്കെ കേട്ട് രേഖ ഞെട്ടിപ്പോയി. അമ്മയും വരുണേട്ടനും ചേർന്ന് എങ്ങനെയെങ്കിലും ഗീതുവും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം പിരിക്കുമെന്നുള്ള കാര്യം രേഖയ്ക്ക് മനസ്സിലായി. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഇവർ പറഞ്ഞത് എന്ത് തന്നാലും ഗീതു അറിയണം, പക്ഷേ ഞാനായിട്ടത് പറയരുത്, ഞാൻ പറഞ്ഞാൽ അത് ശരിയാകില്ല. എന്താ ഒരു മാർഗം? ആ മാർഗം എന്താണെങ്കിലും അത് അവൾ കണ്ടെത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേഖ അവിടെ നിന്ന് അങ്ങ് പോയി. അതിനുശേഷം അമ്മയും മോനോട് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവർ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രേഖ ഇതൊക്കെ കേട്ട കാര്യങ്ങൾ ഈ രാധിക കണ്ടു. രാധിക അത് വരുണിനോട് പറഞ്ഞു. അപ്പോഴേക്കും അവളത് ഗീതുവിനോട് ചെന്ന് പറയും എന്നുള്ള കാര്യം പറഞ്ഞപ്പം ഇല്ല, അവൾ ഗീതുവിനോടല്ല ഇക്കാര്യം പ്രിയയെ അറിയിക്കാനേ നോക്കൂ എന്നുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ രേഖ വിളിച്ച് പ്രിയയോട് നമ്മൾ സംസാരിച്ച കാര്യം പറഞ്ഞാൽ ഭദ്രനും കുടുംബവും നാളെ ഇവിടെ ഹാജരാകും എന്നുള്ള കാര്യം പറയുവാണ് രാധിക. ഇത് കേട്ടപ്പോൾ ഭദ്രനും മകളുടെ ഭാവിയല്ലേ വലുത്. അപ്പോൾ പിന്നെ അവന് അതിനേക്കാളൊക്കെ അപ്പുറമാണ് പണം. അതുകൊണ്ട് ആ പണത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ രേഖ നേരെ വിളിക്കുന്നത് പ്രിയെ.
രാധിക വിചാരിച്ചതുപോലെ തന്നെ. അപ്പോൾ രേഖ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുക. ഗീതു ഡിവോഴ്സിന് സമ്മതിക്കുന്നില്ല, അതുപോലെ തന്നെ ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, ഇങ്ങനെ അമ്മയും വരുണേട്ടനും സംസാരിക്കുന്നത് കേട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേട്ടപ്പം ഗോവിന്ദേട്ടൻ അങ്ങനെയൊന്നും ഒരിക്കലും കൂട്ടു നിൽക്കില്ലെന്നുള്ള കാര്യം പറഞ്ഞു പ്രിയ രേഖയോട് കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. ഈ കേസ് ഒരിക്കലും കോടതിയിലെത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പ്രിയ തറപ്പിച്ചു പറയുക. ഞാൻ തന്നെ ഗോവിന്ദേട്ടനോട് സംസാരിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഗോവിന്ദേട്ടനെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമാണ് രാധികാമ്മയ്ക്കുള്ള നിർബന്ധം. ദേ ഗീതുവിനെ നമുക്ക് രക്ഷിക്കണം, അതിനുവേണ്ടി ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് പോലും എന്നൊക്കെ പറഞ്ഞ് രേഖ പറഞ്ഞപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞാൽ എനിക്കത് ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് അതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ പ്രിയ പറഞ്ഞു. എന്നിട്ട് പ്രിയയുടെ മാർഗത്തിലൂടെ പ്രിയ അതിനുള്ള പരിഹാരം കണ്ടോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഇവരത് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേഖ അവിടെ നിന്ന് ചിന്തിക്കുക, ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പിരിഞ്ഞു പോകരുത്, എന്തായാലും പ്രിയ വരട്ടെ, പ്രിയ വന്നാൽ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുമെന്ന്. അപ്പോൾ തന്നെ പ്രിയ അവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. അപ്പോഴേക്കും ദോശയും അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാധിക നമ്മുടെ ഭദ്രനും അതുപോലെ തന്നെ ഭാര്യയും കൂടി അങ്ങോട്ടേക്ക് വന്നു. അവർ രണ്ടുപേരും കൂടെ വന്നതേ വയറ് നിറച്ച് രാമശ്ശേരി ഇഡ്ഡലിയും കോഴിക്കോട്ട ദോശയൊക്കെ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ പ്രിയയ്ക്ക് അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പ്രിയ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. അപ്പോൾ മോൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മോൾക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞു. എന്താ ടെൻഷൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗീതുവിൻ്റെ കാര്യം പ്രിയ ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഈ ചെറുപ്രായത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചവളെന്നുള്ള പേരുദോഷം എൻ്റെ മകൾക്ക് ഉണ്ടാകരുത്, അതിന് ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ അവിടെ അവർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുചേർന്ന് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളാണിതെന്നും അതിനൊന്നും ഞാൻ സമ്മതിച്ചു തരില്ലെന്നും ഇനി എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുക. ഇതിനൊക്കെ ഞാൻ മറുപടി പറയിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളുവാണ് അമ്മയച്ഛനും. ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ ഇനഷ്ടി കഷ്ടപ്പാട് ഇവൾ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് പ്രിയയോട് ദേഷ്യപ്പെടുക. അതായത് തൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചാൽ രാധികയുടെ ഈ ഇരിക്കുന്ന മകളുടെ ജീവിതം ഞങ്ങൾ കുട്ടിച്ചോറാക്കുമെന്ന് തന്നെ അവർ പ്രിയയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ അമ്മ എന്തിനെങ്ങനെ ചൂടാകുന്നുവെന്ന് പ്രിയ ചോദിച്ചു. അരക്കിലെ സ്വത്തിൻ്റെ അനന്തരാവകാശിയാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പ്രിയ പറഞ്ഞു. എന്നെ വേദനിപ്പിക്കാനോ ഒരു പോറലേൽപ്പിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല, അത് ഞങ്ങളുടെ ഗോവിന്ദേട്ടനെ സഹിക്കുന്ന കാര്യമല്ലെന്നും പ്രിയ പറയുകയും ചെയ്തു. ഒരു രാത്രി മുഴുവൻ അതെ നിങ്ങൾ കാണിച്ചതിൻ്റെയൊക്കെ ക്ഷീണം മാറിയോ, മര്യാദയ്ക്ക് ഇരുന്നോളണം, എൻ്റെ അടുത്ത് കൂടുതൽ ആൾ കളിക്കാൻ വരരുതെന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അവരെ എടുത്തിട്ട് പോരിച്ചു. അപ്പോൾ നിങ്ങളതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് മകൻ അമ്മയോടും അച്ഛനോടും ചോദിച്ച് അവരെ ഒറ്റപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, ഒരിക്കലും ഗീതുവേച്ചിയും ഗോവിന്ദേട്ടനും തമ്മിൽ പിരിയാനൊന്നും പോകുന്നില്ല, അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നും പറഞ്ഞു പ്രിയ ഇവരോട് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ആ പ്രശ്നം അതെന്ത് തന്നെയാണെങ്കിലും ഞാൻ പരിഹരിക്കുമെന്നും. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. പ്രിയ അങ്ങ് കയറിപ്പോയി. അതേ പ്രിയ പറയുന്ന കേട്ട അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നാൽ നമുക്ക് ജീവിക്കാം, അതാട്ടോ നല്ലതെന്ന് പറഞ്ഞു മകൻ അങ്ങ് കയറിപ്പോയി. മകൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം നാളെ നമുക്ക് അറക്കിലേക്ക് പോകണം, അവിടുത്തെ സംഭവവികാസങ്ങൾ കാണണം കേൾക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭദ്രൻ ഇങ്ങനെ ഭാര്യയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി. നമ്മുടെ ഗോവിന്ദൻ കയറി ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴേക്കും ഗീതു തലേണയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു. അതെ എനിക്ക് ഈ മുറി കിടക്കണമെന്ന് പറഞ്ഞു. നീ മുറി കിടക്കണ്ട എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കിടക്കുന്നില്ല, നിലത്ത് കിടന്നോളാം. അതെ പ്ലീസ് ഞാൻ കിടന്നോട്ടെ, എൻ്റെ പൊന്നെ ഗോവിന്ദേട്ടൻ്റെ കൂർക്കമ്പലി അല്ലെങ്കിലും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയതുപോലെയാണ് ഗോവിന്ദേട്ടൻ ഇങ്ങനെ കൂർക്കം വലിക്കുന്നത് തുടങ്ങിയ രീതിയിലൊക്കെ പറഞ്ഞു. നീ എന്നീ കാണിക്കുന്നത്, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ തലേണയൊക്കെ എടുത്ത് കട്ടിലിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ട് അവിടെ കിടന്നോളാമെന്ന് പറഞ്ഞ് കിടക്കാൻ തുടങ്ങുമ്പോൾ നീ നിൻ്റെ മുറി കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവിടെ ഭയങ്കര കുഴപ്പം, എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് ഗീതു. ഗോവിന്ദൻ സമ്മതിക്കുന്നില്ല. എവിടെ എന്താടി കുഴപ്പം എന്ന് ചോദിച്ചു ഗോവിന്ദൻ ദേഷ്യപ്പെട്ടപ്പം അതെ ഡോറിലും ജനലിലൊക്കെ വന്ന് ആരാണ്ട് തട്ടുകയും കൊട്ടുകയൊക്കെ ചെയ്യുക, ആരാണ്ട് മനഃപൂർവ്വം എന്നെ പേടിപ്പിക്കാൻ വരുന്നതാ, എനിക്ക് പേടിയാ, ആരോ മുറിക്ക് പുറത്തുള്ളതുപോലെ. ഓ അതാണോ? അത് ചിലപ്പോൾ രാധികാമ്മയും നിന്നെ തട്ടാൻ ആള് വിട്ടതായിരിക്കും. ദേ മുറി മാറി വന്ന് നിന്റെ വാതിൽ അങ്ങനെ തട്ടിയാലോ? രാധികാമ്മയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഗീത ചോദിച്ചു. പിന്നെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റിയുള്ള സംസാരമായി. നിന്റെ വിളച്ചിലൊക്കെ എനിക്ക് മനസ്സിലായി, എൻ്റെ റൂമിൽ കിടന്ന് ഭാര്യയുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനല്ലേ എന്ന് ചോദിച്ചു. അതൊന്നും നടക്കത്തില്ല, ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ കണ്ണേട്ട പ്ലീസ് കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ കയ്യെ കാലെ പിടിക്കുമ്പോഴേക്കും ഗോവിന്ദൻ ഗീതുവിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളി. എന്നിട്ട് ഗോവിന്ദൻ കയറി വാതിൽ അടച്ചു. അവൾ നാണം കിട്ടും വന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുക. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ മെരുക്കിയെടുക്കാനാണെന്നൊക്കെ ഗീതു നിന്ന് ചിന്തിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ആ റൂം വന്ന് തുറന്നേ. ഗീതു ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ഗോവിന്ദൻ ഒരു നോട്ടം നോക്കി കയ്യിലുണ്ടായിരുന്ന തലേണ്ണ എടുത്തൊരു ഒറ്റ ഏറ്. അപ്പോഴേക്കും ചമ്മി പോയി ഗീതു വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുക. നാശം എന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് അങ്ങ് പോയി നേരെ ഫോൺ എടുത്ത് മേഡത്തിനെ വിളിച്ചു.
എന്നിട്ടോ മേഡമായിട്ട് വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇതൊക്കെ കേട്ട് മേഡം പുതിയ പുതിയ വഴികളൊക്കെ ഉപദേശിച്ച് കൊടുക്കുന്നു. അങ്ങനെ ഗീതുവും മേഡവും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ രാധികയ്ക്കായിട്ടുള്ള പണി കൊടുക്കുന്നത്, അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഗീതുവിനെ, എങ്ങനെ ഗോവിന്ദനെ മെരിക്ക് വരുതിയിലാക്കണം. ഇതൊക്കെ കേട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഗീതു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഗീതു പോലും അന്തിച്ചു പോയിട്ടോ. അതിനുശേഷം ഗീതു എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കമ്പനിയിൽ ബിസിനസ്സും കാര്യങ്ങളും അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളമുള്ള മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നു. രാധിക്ക് ഇതൊക്കെ കേട്ട് അന്താളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ ഓരോരുത്തരായിട്ട് പറയാം. അപ്പോഴേക്ക് രാധികയ്ക്ക് അത് കൊണ്ടു. രാധിക ഭയങ്കരമായിട്ട് വിഷയം ഉണ്ടാക്കണം അവിടെ കിടന്ന്. നിങ്ങളാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ അപ്പോൾ അങ്ങനെ എന്നേക്കാൾ യോഗ്യതയുള്ള വേറെ ഒരാളുണ്ടെങ്കിൽ അവരെ പ്രസിഡൻ്റ് ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര ഇത്. അപ്പോൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ അവിടെ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുക. ആരാ? നമ്മുടെ ഗീതു. രാധികയുടെ എല്ലാ സ്ഥാനമാനങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് ആ ഒരു സംഭവ വികാസങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്